ജീവിത രീതി വ്യത്യാസം പറയുമ്പോഴേ അവിടുത്തെ ജീവിതം പറയുമ്പോഴേ വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതമാണ്. എങ്ങനെ ജീവിതം പറയുമ്പോഴേ എന്താ പറയാം, അവിടെ മനുഷ്യനെ മനുഷ്യനായിട്ടല്ല കാണുന്നത്, അവരെ ജാതി മതമായിട്ടാണ് നോക്കുന്നത്. ഏത് ജാതിക്കാരും ഏത് മതക്കാരും അങ്ങനെയാണ് നോക്കുന്നത്. പക്ഷേ കേരളത്തിൽ പറയുമ്പോഴേ ആദ്യം ഇതൊരു മനുഷ്യനാണ്, മനുഷ്യനെ മനുഷ്യനായിട്ടാണ് കാണുന്നത് കേരളം. ഈ ഒരു കാര്യമാണ് ജീവിത രീതി പറയുന്നത്. പിന്നെ പറയുമ്പോഴേ കേരളം പറയുമ്പോഴേ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയണ കേട്ടിട്ടുണ്ടോ? പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെ ഇത് പറയുമ്പോഴേ. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തിൽ ഈ പാളയമെന്ന് പറയുന്ന സ്ഥലം അവിടെ കണ്ട് മൂന്ന് ഇതൊക്കെ ഒരുമിച്ച് ഉണ്ടോ? ഒരു ക്രിസ്ത്യാൻ പള്ളി, മുസ്ലിം പള്ളി, പിന്നെ ഒരു ക്ഷേത്രം. ഈ മൂന്ന് സാധനം ഒരുമിച്ച് കാണുമ്പോഴേ ഒരു വല്ലാതെ ഒരു സന്തോഷം ജീവിത രീതിയാണ് ഇത്. എന്നുവെച്ചാൽ ഒരു ജാതി മതത്തിൻ്റെ ഒരു പ്രശ്നവും ഇല്ല, എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന, എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന. ഈ ഇടയ്ക്ക് ഞാൻ കണ്ട ഈ ഓണത്തിന് ശേഷം ഓണത്തിൽ കണ്ടത് നബിദിനം, അതുപറ്റി ഓണം ആഘോഷിക്കുന്ന കണ്ടു. എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന, എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുന്ന, ആഘോഷിക്കുന്ന, അതൊരു വല്ലാതെ ഒരു സന്തോഷമായി എനിക്ക് കണ്ടിട്ട്. ജീവിക്കണമെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നണത്. പാലത്തിൻ്റെ ഫോട്ടോ ഞാൻ അയച്ചു തരുന്നു. ഈ ക്ഷേത്രം പിന്നെ പള്ളി രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ വീട്ടിലെടുത്ത് അയച്ച്, അമ്മ നോക്ക്, ഈ ഒരു സ്ഥലത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അവർ കണ്ടിട്ട് നെട്ടിപ്പോയി. അതെങ്ങനെ സംഭവിക്കും? ഒരു മുസ്ലിം പള്ളി പിന്നെ ഒരു ക്ഷേത്രം ഒരുമിച്ച് നിൽക്കുന്ന അതെങ്ങനെ സംഭവിക്കും? ഞാൻ പറഞ്ഞത് അത് തന്നെ ഇവിടുത്തെ കേരളത്തിലെ ജീവിതമാണ് ഇത്. ഇവിടെ ജാതി മതമൊന്നുമില്ല, ആദ്യം മനുഷ്യനെ മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഇതാണ് കേരളം. അത് കണ്ടിട്ട് അവർ നെട്ടിയിരിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിക്കും? അങ്ങനെ പിന്നെ അവർക്ക് ഇവിടെ വരാനായിട്ട് താല്പര്യമുണ്ടോ? ഇവിടെ വരാനായിട്ട് അവർ മാക്സിമം ഇവിടെ കൊണ്ടുവന്നിട്ട് കാണിക്കാം കേരളം എങ്ങനെയാണോ ഒന്ന് കാണിട്ട്. കേരളം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേരളം. ഇന്ത്യക്കകത്ത് ഏറ്റവും നമ്പർ 1 സ്ഥലമാണ് കേരളം. ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ ചാർജ് ചെയ്യണമെങ്കിൽ കേരളം തന്നെ കാണിക്കണം. അപ്പോൾ നല്ലൊരു സ്ഥലം, ജാതി മതം ഇല്ലാത്തൊരു സ്ഥലം കാണണമെങ്കിൽ കേരളം തന്നെ. ജീവിക്കണമെങ്കിൽ കേരളത്തിലാണ് ജീവിക്കേണ്ടത്. ഇപ്പോൾ ആസാമിലെ ജാതി മതം പറയുമ്പോൾ ഒരു ബീഫ് പോലെ കഴിക്കാൻ അവകാശമില്ല ഒരാൾക്ക്. ഇപ്പോൾ ഒരു മുസ്ലിം ആളുണ്ടെങ്കിൽ ആ പുള്ളിക്കാർ ബീഫ് കഴിക്കാൻ പാടില്ല. ബീഫ് കഴിച്ചാൽ അകത്താക്കും. നമ്മൾ സ്വാതന്ത്ര്യത്തിൽ ഇപ്പോൾ ഒരാളിന് സ്വാതന്ത്ര്യം അനുസരിച്ച് പുള്ളിക്കാർ ഒന്ന് ആഹാരം കഴിക്കാനായിട്ട് ഒരു സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടുത്തെ ജീവിതം? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ ഇഷ്ടം എന്ത് വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ ആ ഒരു സ്വാതന്ത്ര്യം ഇല്ല ആസാമിൽ. പിന്നെ എങ്ങനത്തെ ജീവിതം അവിടുത്തെ ഒന്ന് ആലോചിച്ച് നോക്ക്. നോർത്ത് ഇന്ത്യയിലെ മാക്സിമം സ്ഥലത്തിൽ എങ്ങനെയാണ് നടക്കുന്നത്?